നാളെയാണ് പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നടക്കുക. ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ്. ഭക്തി നിർഭരമാണ് അനന്തപുരി. 10,000-കണക്കിന് ഭക്തരാണ് പൊങ്കാലയെ അർപ്പിക്കുന്നതിനായി ഇപ്പോൾ തന്നെ തലസ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. നവമി ദിനേശ്, ഒപ്പം തന്നെ നിലീന ജോയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. നവമി, ഒപ്പം നിലീന, നിങ്ങൾ ഈസ്റ്റ് ഫോർട്ടിലാണ്, കിഴക്കേക്കോട്ടയിലാണെന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ പൊങ്കാല തലേന്ന് ഏറ്റവും തിരക്കേറുന്ന ഇടമാണ്, ഏറ്റവും നല്ല കാഴ്ചകൾ ഉള്ള ഇടമാണ്. എന്താണ് അവിടുത്തെ സാഹചര്യങ്ങൾ? പൊങ്കാലയ്ക്ക് ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായോ? മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. പൊങ്കാലയ്ക്കിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കെ ആളുകളെല്ലാം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അവർ ആ പൊങ്കാല നിമിഷത്തിലേക്ക്, ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുമുമ്പ് ഞാനൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാർത്താസ് ടെക്സ്റ്റൈൽസിന്റെ അടുത്താണ്. അവിടെ പാർത്താസ് ഇവിടെ വന്ന പൊങ്കാല ഇടാൻ വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ആഹാരം നൽകുകയാണ്. അതിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് കേരള സ്റ്റോറി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ആളുകളൊക്കെ ക്യൂ നിന്ന് എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുക, ആരും വിശന്ന് കിടക്കേണ്ട, ഒരു വെള്ളം കുടിക്കാൻ പോലും വെള്ളം കിട്ടാതെ പോലും ആരും ബുദ്ധിമുട്ടരുത് എന്നൊരു സന്ദേശം കൂടി നൽകുന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. എത്ര? ഇതൊരു 1000 പേർക്കുണ്ട്. വേറെ ഇവിടെ മാത്രം തന്നെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. 4-5 വർഷമായിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. 1000 പേർക്കുള്ള ആഹാരമാണ് പാർത്താസ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് വാങ്ങാനുള്ള വലിയ ക്യൂ തന്നെയാണ്. നമുക്ക് അവരിലേക്ക് തന്നെ ചോദിക്കണം. രാവിലെ മുതൽ വരുന്നവരുണ്ട്, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വന്നവരുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ അവിടെ എത്തി ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ 2 ദിവസമായി വന്ന് ഇവിടെ കിടക്കുന്നവരുണ്ട്, റൂമെടുത്ത് നിൽക്കുന്നവരുണ്ട്, കല്ല് നേരത്തെ തന്നെ അതിൽ പേരൊക്കെ എഴുതി വെക്കുന്ന ആളുകളുണ്ട്. ചേച്ചി എവിടെ രാവിലെ 7 മണിക്കായിരുന്നു ട്രെയിൻ വന്നത്. ഞങ്ങള് ട്രെയിന് രാവിലെ വന്ന എല്ലാം ഉണ്ട്. സന്തോഷം. എത്ര വർഷം ഞങ്ങള് സ്ഥിരം വന്നോണ്ടിരിക്കുക. ഞാൻ കരുതാപ്പള്ളി കുറെ വരുന്നുണ്ട്. ഇത് 25-ാമത്തെ വർഷം. ഇത്തവണ കുറച്ച് ഓരോ വർഷവും തിരക്കും. കഴിഞ്ഞ വർഷത്തില് കൂടുതൽ ഈ വർഷം. ഹായ്. അതെ, അല്ല അമ്മമ്മയുടെ സഹായിയാണ്. ശിവനാരായണൻ. കഴിഞ്ഞ അമ്മയ്ക്ക് കൂട്ടായിട്ട് ഉണ്ട്. അഷ്ടമി. ആണോ? കുടുംബത്തിൽ നിങ്ങൾ എത്ര പേര് വന്നു? കുടുംബത്തിൽ എല്ലാവരും വന്നു. അതെ, എവിടെ വരെ കൊടുക്കും. അത് വരുമ്പോള് മക്കളും കുടുംബത്തോടൊപ്പം വന്നവരുണ്ട്. വർഷങ്ങൾ 25 വർഷമായി പൊങ്കാല ഇടുന്ന അമ്മയാണ്. ഇത്തവണ വരുമ്പോൾ, അല്ലെങ്കിൽ ഓരോ തവണ മെമ്പേഴ്സിന്റെ എണ്ണം കൂടി കൂടുകയാണ്. അവരെല്ലാവരും വന്നു. അതാണ് ആറ്റുകാൽ അമ്മയുടെ മുന്നില് ഒരു തവണ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും വരാൻ തോന്നും. അവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും. അത് തന്നെയാണ് ആ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും കഴിയുന്തോറും ആളുകളുടെ എണ്ണം കൂടുന്നത്. ആദ്യമായിട്ടാണ് വരുന്നത്. അതെ, ഇത്തവണ വരാമെന്ന് തീരുമാനിച്ചു. എന്താണെന്നറിയില്ല, പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. അമ്മയുടെ വിളിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് വന്നതിന്. ഇത്രയും വർഷമായിട്ടും ഞാൻ TV-യിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത് നേരിട്ട് കാണാൻ പറ്റിയപ്പോ വളരെയധികം സന്തോഷം. അത്രേ. രാവിലെ അമ്മ ഇന്നലെ പോയി തൊഴുതായിരുന്നു. പക്ഷെ ഒത്തിരി മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് തൊഴുതെങ്കിലും ഒരുപാട് സന്തോഷമായി തൊഴുതേന്. കരയണ്ട, സന്തോഷത്തോടെ. എങ്ങനെയുണ്ട് ഇവിടെ വന്നപ്പോ എല്ലാരെയും കാണുമ്പോ കൂടുതൽ സന്തോഷമുണ്ട്? അതിന്റെ കൂടെ ചേച്ചിമാരാണ്. ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്. ഞങ്ങളും ആദ്യമായിട്ടാണ്. കുറെ വർഷമായി വന്നോന്ന് ആഗ്രഹിച്ചിട്ടിരുന്നതാണ്. പെട്ടെന്ന് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ട് വന്നതാ. ഇനി അടുത്ത വർഷം അങ്ങനെ ഞങ്ങൾ വിചാരിക്കണേ. അങ്ങനെ വൈകാരികമായിട്ടുള്ള ഒരു ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞ് എനിക്ക് തോന്നുന്നു അതൊരു ഒരു വലിയൊരു സന്തോഷം തന്നെയാണ്. ഇത്രയും വർഷമായിട്ട് വരാൻ കഴിഞ്ഞില്ല, പക്ഷെ ഇത്തവണ വരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമായി അവർ പറയുന്നു. അത് തന്നെയായിരിക്കും അവരുടെ ഒരു ആനന്ദ കണ്ണീരെന്നൊക്കെ പറയുമല്ലോ, ഭക്തി നിർമ്മരമായ കണ്ണീരെന്നൊക്കെ പറയുമല്ലോ. അതാണ് നമുക്ക് ആ ചേച്ചിയിൽ കാണാൻ കഴിഞ്ഞത്.
എന്നോടൊപ്പം നിലിനെ കൂടി ചേരുന്നുണ്ട്. നിലിന ആദ്യമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല റിപ്പോർട്ടിംഗ് വന്നത്. അതിന്റെ ഒരു അനുഭവം നല്ലതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നമുക്ക് നാളത്തെ ചടങ്ങുകളെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? നാളത്തെ ചടങ്ങുകൾ തുടങ്ങുന്നത് രാവിലെ തന്നെ ക്ഷേത്ര ദർശനത്തോടു കൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ആറ്റുകാലമ്മയെ കണ്ടു തൊഴുത് ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് ചടങ്ങ് തുടങ്ങുന്നത്. അതിനുശേഷം 9:45 അടുപ്പുകെട്ടലിന് ശേഷം അടുപ്പുകളിലേക്ക് തീ പകർന്നിട്ട് പൊങ്കാല അർപ്പണം തുടങ്ങും. 2:15 കൂടി നിവേദ്യ സമർപ്പണത്തോടു കൂടിയാണ് പൊങ്കാലയുടെ ചടങ്ങുകൾ പൂർണ്ണമാകുന്നത്. അതുവരെ ഭക്തി നിർഭരമായി എല്ലാവരും തങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി ആറ്റുകാലമ്മയെ കണ്ടു തൊഴുത് അവരുടെ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി ആദ്യമായിട്ടാണോ? എത്ര വർഷമായി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ തുടങ്ങിയിട്ട്? ഒരുപാട് പേര് ഞങ്ങൾ ഗുരുവായൂരിൽ വരുന്നതാണ്. ഗുരുവായൂർ വരുന്നതാണ്. ഇത്രയും ദൂരം ആറ്റുകാലമ്മയെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. 17 പേര് എല്ലാ വർഷവും വർഷമായി 5 വർഷമായി. 5 വർഷമായല്ലേ? ഇനിയുള്ള വർഷങ്ങളും മുടങ്ങാതെ തന്നെ വരണമെന്നുണ്ട്. ആയുസും കേടും ഇല്ലെങ്കിൽ വരും. ഓ തീർച്ചയായിട്ടും. ഇനി എത്ര വർഷം കിടക്കുന്നു വരാൻ വേണ്ടിയിട്ട്? അടുപ്പിച്ചു വരുന്നു. എല്ലാ വർഷവും വരാറുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഈ തിരക്കൊക്കെ കണ്ടപ്പോ എന്ത് തോന്നുന്നു? സന്തോഷം. എല്ലാവരും കാണും ചെയ്യാ, നമ്മുടെ കാര്യങ്ങള് അമ്മയെ കണ്ട് തൊഴുത് സുഖമായിട്ട് പോവുകയും ചെയ്യാ. ഒറ്റയ്ക്കാണോ വന്നത്? 17 ആള് അങ്ങനെ വന്നിട്ടുണ്ട്. ഒരുമിച്ച് ഗുരുവായൂരിൽ നിന്ന് എല്ലാവരും കൂടി വന്നതാണ്. ഇതുപോലെ തന്നെ എല്ലാവരും വർഷങ്ങളായിട്ട് അങ്ങ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഗുരുവായൂരിൽ നിന്നുള്ള 17 അംഗങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിന്റെ ഒട്ടേറെ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് തിരുവനന്തപുരം നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി വീട് എവിടെയാണ്? എന്റെ വീട് കടക്കല്. ഇങ്ങനെ എത്ര വർഷമായി പൊങ്കാല അർപ്പിക്കാൻ തുടങ്ങി? ഒരുപാട് വർഷമായി. എല്ലാ ആഗ്രഹങ്ങളും ആറ്റുകാലമ്മ നിറവേറ്റി തരാറുണ്ട്. അല്ലാതെ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടല്ലാണല്ലോ ഇങ്ങനെ നടക്കുന്നത്. എന്ത് പറയുന്നു ചേച്ചി ആറ്റുകാൽ ഇവിടെ വന്ന് ഇങ്ങനെ തിരക്കൊക്കെ കണ്ടപ്പോ? നല്ലതല്ലേ? എല്ലാ വർഷവും വരുന്നവരെന്നെ. ഞങ്ങള് തിരുവനന്തപുരം ജില്ലക്കാരും തന്നെ. തിരുവനന്തപുരം ജില്ലയും എല്ലാ ജില്ലയും ഒത്തുകൂടി ഇപ്പോൾ ഒരു എന്താ പറയാ ഒരു നാടൊന്നാകെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഒരു സ്ത്രീകളുടെ ശബരിമല എന്നുകൂടിയാണ് ആറ്റുകാൽ ക്ഷേത്രം അറിയപ്പെടുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സംഗമിക്കുന്ന അവരുടെ തിരുവനന്തപുരം നഗരിയിൽ ഏത് രാത്രിയിലും ഇപ്പം സ്ത്രീകൾക്ക് ഒരു ഭയവും കൂടാതെ മുക്കും മൂലയും സ്ത്രീകളെ കൊണ്ട് ഏറ്റവും കൂടുതൽ നിറഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഇതെന്ന് പറയുന്നത്. അത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇതില്ല. കാരണം ഈ പോലീസിന്റെ ഒരു സുരക്ഷ അത് നമ്മൾ എടുത്തു പറയേണ്ടത് 4000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നത്. അതിൽ ഡ്രോണിന്റെ ഒരു നിരീക്ഷണം കൂടി ഉണ്ടാകും ഇത്തവണ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിന്റെ കാഴ്ച എത്താത്ത ഏതെങ്കിലും ഒരു ഇടമുണ്ടെങ്കിൽ അതിൽ ഡ്രോണിലൂടെ കണ്ട് അത്രയേറെ സുരക്ഷയാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ നമ്മൾ മേയർ വി രാജേഷിനെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ്. പോലീസിന്റെ ശക്തമായിട്ടുള്ള സുരക്ഷ, ഈ കോർപ്പറേഷന്റെ ശക്തമായിട്ടുള്ള ഒരു ഏകോപിപ്പിക്കൽ, ഒരു കോർഡിനേഷൻ കൂടി ഇത്തവണ ഉണ്ടാകും. കുടിവെള്ളത്തിന് പോലും തുടക്കത്തിൽ 2 ദിവസം മുൻപൊക്കെ കുടിവെള്ളത്തിന് വലിയ പ്രശ്നമുണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷെ അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. മേയർ ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ പൊങ്കാലയാണ്. അതിന്റെ ഒരു സന്തോഷം കൂടി ന്യൂസ് 18നോട് പങ്കുവച്ചിരുന്നു. തിരുവനന്തപുരംകാരനാണ്, സ്ഥിര സാന്നിധ്യമാണെങ്കിൽ പോലും മേയർ ആയ ശേഷമുള്ള ഒരു പൊങ്കാല മഹോത്സവം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു സന്തോഷം കൂടി അധികമായി ചേരുന്നുണ്ട്. അങ്ങനെ കൊച്ചി കോർപ്പറേഷന്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എല്ലാ ആളുകൾക്ക് ഇവിടെ എത്തുന്ന ഭക്തർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതെല്ലാം ഉടനെ പരിഹരിക്കും. അതാണ് സജിത്ത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മൾ കാത്തിരിക്കുന്നത്. ഇവിടെ എല്ലാവരും തന്നെ സജ്ജമായി കഴിഞ്ഞു. നിലീന ഒപ്പം നവോമിയാണ് ആറ്റുകാൽ കാഴ്ചകൾ പങ്കുവച്ചത്. എന്തായാലും നഗരം എല്ലാ വർഷവും പോലെ ഭക്തിസാന്ദ്രമാണ്. ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.